മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ജീവിതത്തിൽ 2 നിയമങ്ങൾ പാലിക്കുക. 1. മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനാവശ്യമായി ഇടപെടാതിരിക്കുക. 2. സ്വന്തം ജീവിതത്തിൽ മറ്റുള്ളവരെ അനാവശ്യമായി ഇടപെടുത്താതിരിക്കുക. ഭക്തരെ, പൊതുസമൂഹം എന്നത് കുറ്റങ്ങളെ മാത്രം ചൂണ്ടിക്കാണിക്കുന്ന സമൂഹമാണ്. അവിടെ മറ്റുള്ളവരുടെ കുറ്റങ്ങൾക്ക് വില കൊടുക്കാതെ നിങ്ങളുടെ ലക്ഷ്യത്തിൽ മാത്രം നോക്കി സഞ്ചരിക്കുക. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. അതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോവുക. വേദനിപ്പിക്കാൻ എല്ലാവർക്കും കഴിയും. എന്നാൽ വേദനിക്കുന്നവർക്ക് അത് എത്ര ആഴത്തിൽ അനുഭവപ്പെടുമെന്നോ എങ്ങനെ ഉരുകിത്തീരുമെന്നോ അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഭക്തരെ, ശരീരം കൊണ്ടോ വാക്കുകൾ കൊണ്ടോ മനസ്സുകൊണ്ടോ ചെയ്ത ദുഷ്പ്രവൃത്തിയുടെ ഫലം നല്ലതാകുമെന്ന് ആരും തന്നെ വിചാരിക്കരുത്. വിട്ടുനിൽക്കുക. സമയം കളയുന്ന കാര്യങ്ങളിൽ നിന്നും, ആരോഗ്യം നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും, സമാധാനം ഇല്ലാതാക്കുന്ന ബന്ധങ്ങളിൽ നിന്നും. ഭക്തരെ, നിങ്ങൾ മറ്റുള്ളവരെ മനസ്സിലാക്കുന്നത് പോലെ അവരും നിങ്ങളെ മനസ്സിലാക്കും എന്ന ചിന്ത വ്യർത്ഥമാണ്. ഭക്തരെ, നുണകൾ കൊണ്ട് സത്യത്തെ മറച്ചു നിർത്താനേ കഴിയൂ, മാറ്റി നിർത്താൻ കഴിയില്ല. ആരിലും അമിത പ്രതീക്ഷ അർപ്പിക്കാതിരിക്കുക. കാലം മാറും, സമയവും, ഒപ്പം മനുഷ്യനും. ഭക്തരെ, മറ്റുള്ളവർക്ക് നിങ്ങൾ നന്നായി കാണണം എന്നുണ്ടാകും. പക്ഷേ അവരെക്കാൾ നന്നായി കാണണം എന്നുണ്ടാകില്ല. ഒരാൾക്ക് നിങ്ങളുടെ വേദനകളും വിഷമങ്ങളും മനസ്സിലാകണമെങ്കിൽ അയാളുടെ മനസ്സിൽ നിങ്ങൾക്കൊരു സ്ഥാനമുണ്ടാകണം. അല്ലെങ്കിൽ അയാൾക്ക് നിങ്ങളുടെ കണ്ണുനീരിനോട് പച്ചവെള്ളത്തിനോടുണ്ടാകുന്ന വില മാത്രമേ ഉണ്ടാകൂ. ഭക്തരെ, മറ്റുള്ളവരുടെ വികാരങ്ങൾ മാനിക്കാതെ സ്വന്തം ഇഷ്ടം മാത്രം നോക്കുന്നവർക്ക് അവർ ചെയ്യുന്നതെല്ലാം ശരികളായിരിക്കും. ശരിക്കും അവർ സ്നേഹിക്കുന്നത് അവരെ മാത്രമാണ്. ഭക്തരെ, സൂക്ഷിച്ചു വയ്ക്കാവുന്നതിൽ ഏറ്റവും വലിയ സമ്പത്ത് ഓർമ്മകൾ മാത്രമാണ്. കാരണം എത്ര കാലം കഴിഞ്ഞാലും ഓർമ്മകൾക്ക് മധുരം കൂടുകയല്ലാതെ ഒട്ടും കുറയില്ല. മറ്റുള്ളവരുമായും അവരുടെ കഴിവുകളുമായും നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കഴിവിനെയും താരതമ്യം ചെയ്യാതിരിക്കുക. അത് നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കുകയും സങ്കടം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഭക്തരെ, ചില ആളുകൾക്ക് വേണ്ടി ചിലവാക്കിയ സമയങ്ങൾ എത്ര വിലപിടിപ്പുള്ളതായിരുന്നുവെന്ന് തിരിച്ചറിയുന്നത് അവരെ നിങ്ങൾ ഇഷ്ടപ്പെടുമ്പോഴല്ല, മറിച്ച് എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞ് അവർ നിങ്ങളെ തള്ളിക്കളയുമ്പോൾ മാത്രമായിരിക്കും. അവർ നിങ്ങൾക്ക് ആരുമല്ലായിരുന്നു എന്ന് തിരിച്ചറിയുന്നത്. ഭക്തരെ, മറന്നുവെന്ന് അഭിനയിക്കാനേ കഴിയൂ. ആർക്കും ആരെയും അങ്ങനെ മറക്കാൻ സാധിക്കില്ല. ചില ബന്ധങ്ങൾ അങ്ങനെയാണ്, ബന്ധനങ്ങളായി മാറും. പതുക്കെ ബന്ധങ്ങൾ തന്നെ ഇല്ലാതാകും. ഭക്തരെ, നിങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് കുറ്റം പറയുന്നവരെ ശ്രദ്ധിക്കേണ്ട. അവരെ വിട്ടേക്കുക. കാരണം അവർ നിങ്ങളെക്കാൾ 2 അടി പിറകിലാണ്. അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് കുറ്റം പറയേണ്ടി വരുന്നത്. ജീവിതത്തിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു കാരണമുണ്ടെന്ന് മനസ്സിലാക്കുക. അതിൽ നിന്നെല്ലാം നിങ്ങൾ പാഠങ്ങൾ പഠിക്കേണ്ടതാണ്. ഭക്തരെ, നിങ്ങളെ മനസ്സിലാക്കാത്തവരുടെ മുന്നിൽ കരയരുത്. കാരണം അവർ നിങ്ങളെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ കണ്ണുകൾ നിറയില്ലായിരുന്നു. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.